ആന്റണി, നിലവിൽ വിലാപയാത്ര ഇപ്പോൾ 16 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള യാത്ര, വിലാപയാത്ര, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര 16 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ നിലവിൽ എവിടെ എത്തിയിട്ടുണ്ട് ഈ വിലാപയാത്ര? എത്ര മണിക്കൂറുകൾ എടുക്കും ഇനി ആലപ്പുഴയിലേക്ക് എത്തുവാൻ? യാത്ര നിലവിൽ കായംകുളത്താണ് എത്തിയിട്ടുള്ളത്. കായംകുളം ജംഗ്ഷനിലേക്ക് എത്തിയിട്ടില്ല. KPSC ജംഗ്ഷനിലാണ് ഇപ്പോൾ വിലാപയാത്ര ഉള്ളത്. അടുത്തത് കായംകുളമാണ്. കായംകുളത്തിന് ശേഷം ഇനിയും ഏതാണ്ട് 40ഓളം കിലോമീറ്ററുകളാണ് പുന്നപ്രയിലേക്ക് ഉള്ളത്. ആ ഭാഗത്തൊക്കെ ഇപ്പോൾ നമുക്ക് കാണാം. ഈ KPSC ജംഗ്ഷനിലാണെങ്കിലും ഒക്കെ വലിയ തിരക്കാണ്. നൂറുകണക്കിന് ആളുകളാണ് ആ മുഷ്ടി ചുരുട്ടി നെഞ്ചു പൊട്ടുമാർ ഉച്ചത്തിൽ ആ മുദ്രാവാക്യം വിളികളുമായി VS അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാകും ഇനി കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ. നമ്മൾ ഇത്രയും നേരം, അതായത് കഴിഞ്ഞ 2 മണി മുതൽ, ഇന്നലെ ഉച്ചയ്ക്ക് 2 മണി മുതൽ എന്താണോ കണ്ടത് അതിനപ്പുറത്തേക്ക് ഇനിയും തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അങ്ങനെ കാരണം ഇപ്പോൾ സമയം പകലായിരിക്കുന്നു. കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇനിയും ഈ റോഡിനെ ഇരുവശവും എത്തുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. മാത്രമല്ല മറ്റ് ഈ കിഴക്കൻ കോട്ടയത്ത് നിന്ന്, അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നിന്നുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ ഈ റോഡുകൾക്ക് ഇരുവശവുമുണ്ട്. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ അവിടേക്ക് എത്തി നേരത്തെ തന്നെ VS കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ഏതായാലും ഇനിയും ഒരു കൂടുതൽ സമയമെടുക്കും. അത് എത്ര മണിക്കൂറുകൾ എടുക്കുമെന്നുള്ള കാര്യം നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് പ്രവചനാതീതമാണ്. കാരണം ഇത്രയും ഒരു 4 മണിക്കൂറിൽ ഓടി എത്തേണ്ട ഒരു ദൂരമാണ് നിലവിലത്തെ. കാളിദാസ്, ആലപ്പുഴയിൽ നിന്ന് കാളിദാസ് നമ്മളോടൊപ്പം ചേരുന്നു. കാളിദാസ്, 16 മണിക്കൂറുകൾ പിന്നിടുകയാണ് VS ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര. 16 മണിക്കൂറുകളായി ഇപ്പോൾ കായംകുളം എത്തുകയാണ്. നിലവിൽ വീട്ടിൽ ഈ ഒരു സജ്ജീകരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കാനുള്ളതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ വിലാപയാത്ര കായംകുളത്തെത്തിയിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നിരിക്കുന്നു. എന്തായാലും 4 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ആ ഒരു ദൂരം ജനബാഹുല്യം കൊണ്ട് ഇത്രയധികം താമസിച്ചു എന്ന് പറയാം. എന്നാൽ ആ ഒരു താമസം എന്ന് പറയുന്നത് VSനെ കാണാനായി, നമ്മൾ ഒരു നോക്ക് കാണാനായി കാത്തു നിന്ന പ്രേക്ഷകർക്ക് വേണ്ടി എടുത്ത ആ ഒരു കാത്തിരിപ്പാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി എടുത്തൊരു താമസമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം സംതൃപ്തരാണ്. അവസാനമായി അവരുടെ പ്രിയ നേതാവിനെ കാണാൻ അവർക്ക് സാധിച്ചു എന്നുള്ള ഒരു ദീർഘനിശ്വാസത്തിലാണ് പലരും തിരിച്ചു മടങ്ങിപ്പോകുന്നത്. ഈ ഒരു വഴിനീളെ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും ഇപ്പോൾ ആലപ്പുഴയിലേക്ക് വീട്ടിലേക്ക് എത്തുന്ന ഈ ഒരു ദൂരം വരെ നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആ ഒരു ജനബാഹുല്യം എന്ന് പറയുന്നത് അവസാനമായി ഒരു കണ്ട് മടങ്ങാൻ വേണ്ടി എത്തിയിരിക്കുന്നതാണ്. കേട്ടുകേൾവി പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ VSനെ ഇതുവരെയും നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്ത കുട്ടികളോടൊപ്പം VSനെ തന്റെ തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരു കാലത്ത് തങ്ങൾക്ക് വേണ്ടി പോരാടിയ, അടിച്ചമർത്തലുകൾക്ക് വേണ്ടി പോരാടിയ ആ പ്രിയ നേതാവിനെ കാണാനായി, അവസാനമായി ഒരു നോക്ക് കാണാനായി ഇപ്പോൾ ഈ വീട്ടിലേക്ക്, ആലപ്പുഴയിലെ വേലിക്കകത്തെ വീട്ടിലേക്ക് മരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് സമരങ്ങൾ കണ്ട ഒരു മണ്ണാണ് ആലപ്പുഴ. VS എന്ന വേലിക്കകത്ത് സംഘടനയ്ക്ക് കാണിച്ചത് VS സത്യമെന്നാണ് ആലപ്പുഴ. അതോടൊപ്പം തന്നെ VS നയിച്ച പല സമരങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഭൂമി കൂടിയാണ് ആലപ്പുഴ. ഇപ്പോൾ ആ ആലപ്പുഴയിലേക്ക് കടന്നിരിക്കുന്നു VS എന്ന ആ മനുഷ്യനെയും വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്ര ഇനിയും വെറും മണിക്കൂറുകളുടെ താമസം തിരിച്ചെത്തും. കോഴിക്കോട്ടെ വീട്ടിലേക്ക് വന്നെത്തിച്ചേരുമെന്നുള്ളതാണ്. ഇവിടെയും വലിയ രീതിയിൽ ജനക്കൂട്ടം, ജനസാഗരം തന്നെ VSനെ കാണാനായി ഈ വീട്ടിലെ ചുവട്ടത്തിൽ തടിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും കൃത്യമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായി ബാരിക്കേഡ് ഈ ഒരു വലിയ നീണ്ട നില തന്നെ VSനെ കാണാനായി എത്തിച്ചേർന്നിരിക്കുന്ന ആ ഒരു നീണ്ട നില തന്നെയാണ്. അല്പസമയത്തിനുള്ളിൽ കായംകുളത്ത് എത്തിയിരിക്കുന്ന വിലാപയാത്ര അതിനുശേഷം വീട്ടിലെത്തിയതിനു ശേഷമാണ് വീട്ടിൽ പൊതുദർശനത്തിനായി മൃതശരീരത്തിന് ശേഷം പിന്നീട് ആലപ്പുഴ കമ്മിറ്റി ഓഫീസിലേക്കാണ് അടുത്ത ഘട്ടത്തിലുള്ള പൊതുദർശനം എന്ന് പറയുന്നത്. അവിടെയും വലിയ രീതിയിലുള്ള ജനക്കൂട്ടം തന്നെയുണ്ട്. VSനെ കാണാനായി എത്തിയവരും ഒപ്പം തന്നെ VSുമായുള്ള ഓർമ്മകൾ വീണ്ടും പുതുക്കാനായി എത്തിയവരും VSനെ കണ്ട് VSന്റെ പോരാട്ടങ്ങളിൽ ലക്ഷ്യം വഹിച്ചവരും VSന്റെ പോരാട്ടങ്ങളിൽ പങ്കാളികളായവരും അങ്ങനെ VSനെ ഓർമ്മകളിൽ മാത്രം
അല്ലെങ്കിൽ ഓർമ്മകളിൽ മാത്രം കണ്ട ഒരു കൂട്ടം ആൾക്കാരും അങ്ങനെ നിരവധി ഒട്ടനവധി ആളുകളാണ് VS എന്ന ആ മനുഷ്യനെ അവസാനമായി കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. BP വിലാപയാത്ര വീട്ടിലേക്ക് എത്തുന്ന ആ ഒരു ഘട്ടം ഇവിടെ നിന്ന് തിരിയാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയായിരിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായി തന്നെ കാണാവുന്നതാണ്. ജനബാഹുല്യത്തെ അത് അതിനെയൊന്നും ഏറെ കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഈ വന്നിരിക്കുന്ന ചിന്തകൾ ഭാഗത്തൊന്നും തന്നെയുണ്ട്. ഒപ്പം തന്നെ പാർട്ടി ആ ഒരു ചിന്തയുണ്ട്. കാരണം ഇവർക്ക് വേണ്ടിയായിരുന്നു പോരാടിയിരുന്നത്. അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടിയായിരുന്നു പോരാടിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങൾ എന്നും അദ്ദേഹം മുൻനിർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പല പ്രവർത്തനങ്ങളും നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ അദ്ദേഹത്തിന്റെ ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിലും പോലും എത്തിയിരിക്കുന്ന നിരവധി ആളുകളാണ് എത്തുന്നത്. തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വഴിയോരങ്ങളിൽ പോലും ആയിരങ്ങളാണ് കാത്തു നിൽക്കുന്നത്. 10 മണിക്കൂറുകൾ പിന്നിട്ടാണ് വിലാപയാത്ര ഇപ്പോൾ ആലപ്പുഴയിലേക്ക് കടന്നിരിക്കുന്നത്. കായംകുളം ഒരിക്കൽ കൂടി എത്തിയ ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. എണ്ണമറ്റ പോരാട്ടങ്ങൾ നയിച്ച വിപ്ലവ നായകനെ കാണാൻ കേരളത്തിൻ്റെ എല്ലാ ദിക്കിൽ നിന്നും ജനങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്കുള്ള മടക്കയാത്രയിൽ അദ്ദേഹം ഒരുപാട് നാളുകൾ ചെലവഴിച്ച തിരുവനന്തപുരത്തെ സംസ്ഥാനത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ അദ്ദേഹത്തെ വഴിയോരങ്ങളിൽ കാത്തുനിന്നതും ആയിരങ്ങളാണ്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് അദ്ദേഹം എത്രമാത്രം ജനപ്രിയനായ ഒരു നേതാവായിരുന്നു, ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിന് അപ്പുറം ജനങ്ങളുടെ, മലയാളക്കരയുടെ സ്വന്തം നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അല്ലെങ്കിൽ VS എന്ന 2 അക്ഷരം എത്രമാത്രം മലയാളികൾക്ക് പ്രിയങ്കരമായിരുന്നു എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ വഴിയോരങ്ങളിൽ രാത്രി വളരെ വൈകിയും അതിരാവിലെ പോലും നിരവധി ആളുകൾ, കുട്ടികൾ, കുഞ്ഞുങ്ങളടക്കം അദ്ദേഹത്തെ അവസാനമായി കാണാനായി എത്തുന്നു. അദ്ദേഹത്തെ കാണാനായി സെക്രട്ടേറിയറ്റിലേക്ക് അടക്കം ഇന്നലെ എത്തിയത്. കാളിദാസ്, തുടരാം. ഈ ഒരു വഴിയോരങ്ങളിൽ പോലും നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാൻ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇന്നലെ സെക്രട്ടേറിയറ്റിലെ തിരുവനന്തപുരം നഗരിയിൽ പോലും നിരവധി ആളുകൾ, സാധാരണക്കാരായ ജനങ്ങളാണ് അദ്ദേഹത്തെ കാണാനായി എത്തുന്നതിൽ ഭൂരിപക്ഷവും. ഇപ്പോൾ വഴിയോരങ്ങളിലടക്കം മഴയെ പോലും മറികടന്നുകൊണ്ട് നിരവധി ആളുകൾ, കുഞ്ഞുങ്ങളടക്കം, സ്ത്രീകളടക്കം നിരവധി ആളുകൾ, വയോജനങ്ങളടക്കം നിരവധി ആളുകൾ തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ എത്തിയിരുന്നു. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടിൽ പോലും, അദ്ദേഹത്തിൻ്റെ ആലപ്പുഴയിലെ വീട്ടിൽ പോലും നിരവധി ആളുകൾ എത്തുന്ന ഒരു കാഴ്ചയാണ്. അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതുതന്നെയാണ് ദീപ്തി, അത്രത്തോളം ജനബാഹുല്യമാണ് VSൻ്റെ ഈ ആലപ്പുഴയിലെ വേലിക്കകത്തെ വീട്ടിലേക്കും കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം മുതൽ ഇത്തരത്തിലുള്ള ഈ ഒരു തിരക്ക് കൃത്യമായി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വിലാപയാത്രയ്ക്ക് ചുറ്റും ആ ഒരു ചുറ്റുമായി ജനങ്ങൾ തങ്ങളുടെ പ്രിയ നേതാവിനെ പൊതിയുന്നൊരു സാഹചര്യം അടക്കമാണ് കണ്ടത്. ഇപ്പോൾ നിരവധി ആളുകളുണ്ട്. ചെയ്യപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയിൽ നിന്ന് വരുന്നത്. എപ്പോൾ എത്തി? ഞങ്ങൾ വെളുപ്പിനെ 3 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്കുള്ള യാത്രയിൽ തുടരുകയാണ്. ഇപ്പോൾ കായംകുളം ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര. ജനസാഗരമാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ അതിരാവിലെ പോലും എത്തുന്നത്. കനത്ത മഴയിലും പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അവഗണിച്ച് അഭൂതപൂർവമായ ആൾക്കൂട്ടമാണ് VSന് യാത്രയപ്പ് നൽകാനെത്തുന്നത്. കനത്ത മഴയും അവഗണിച്ച മുദ്രാവാക്യങ്ങളുമായി നിരവധി പേരാണ് വഴിയരികിൽ പ്രിയ സഖാവിനെ, തങ്ങളുടെ VSനെ അവസാനമായി കാണാനെത്തുന്നത്.
ആയിരങ്ങളുടെ അന്ത്യാഭിവാദങ്ങൾ ഏറ്റുവാങ്ങിയ ജനങ്ങളുടെ നായകൻ ജന്മനാട്ടിലേക്കുള്ള അവസാന യാത്ര തുടരുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 ദർബാർ ഹാളിൽ നിന്ന് VSന്റെ ഭൗതിക ശരീരവുമായി തുടങ്ങിയ വിലാപയാത്ര തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ പിന്നിട്ട് ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് ഉള്ള യാത്ര തുടരുകയാണ്. മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ ആലപ്പുഴയിലെ വസതിയായ വേലിക്കകത്ത് വീട്ടിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഴയെപ്പോലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും രമേശനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം ശ്രീ രമേശൻ. താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? അയാളെ പോലത്തെ ഒരു മനുഷ്യൻ. അയാൾ സങ്കടം അത്രയും സങ്കടമാണ് അയാളത്. നമ്മളെ അച്ഛൻ മരിച്ചിട്ട് വരെ ഇത്ര സങ്കടം ഉണ്ടായില്ല. ഹലോ 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 കേൾക്കാം, പറഞ്ഞോളൂ. നമ്മളത്ര അത്രയും നല്ല മനുഷ്യനായിരുന്നു. മരിച്ചിട്ട് ഇത്ര ഒരു സങ്കടം ഉണ്ടായിട്ടാ നമുക്ക് ഇങ്ങനെ അതനുസരിക്കാൻ വേണ്ടി വിളിക്കാണ്. ഹലോ പറഞ്ഞോളൂ. അനുസ്മരിക്കാണ്ട് വിളിച്ച വേറെ ഒന്നുമില്ല. അയാളെ പറ്റിയിട്ട് കേരള വിഷയം വാർത്ത കണ്ടുകൊണ്ട് വിളിച്ചതാണ്. താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? എനിക്ക് 64 വയസ്സായി. 64 വയസ്സ്. ഹലോ പറഞ്ഞോളൂ. 64 വയസ്സായി എനിക്ക്. ഇത്ര ഒരു മനുഷ്യരുണ്ടായിട്ടില്ല, പാർട്ടിയിലുണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരു മനുഷ്യരാണ്. ഹലോ ശരി. ഹലോ നന്ദി കേരള വിഷൻ ന്യൂസിലൂടെ താങ്കൾ പങ്കെടുത്തതിന്. കാളിദാസ് നമ്മളോടൊപ്പം ചേരുന്നു. കാളിദാസ്, തുടരാം. എവിടെ വരെയായി ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആലപ്പുഴ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിക്കാൻ മണിക്കൂറുകൾക്കകം അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ അവിടുത്തെ മുന്നൊരുക്കങ്ങളെല്ലാം എവിടെ വരെയായി? എല്ലാവർക്കും ഒരു പരിഗണനയാണ്. ആവശ്യമില്ലാതെ ആരും കയറ്റിവിടണ്ട. ഇതിന് ക്യൂ ദീപ്തി, ആലപ്പുഴ ജില്ലയിലേക്ക് എത്തിയിരിക്കുന്നു വിലാപയാത്ര എന്നുള്ളതുണ്ട്. ഇനി അധികം താമസമില്ല. എന്തായാലും ഈ എടുത്തിരിക്കുന്ന ഈ ഒരു കാലതാമസം ജനങ്ങൾക്ക് വേണ്ടി എടുത്തൊരു കാലതാമസമാണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ വഴിവക്കിലെല്ലാം വഴിനീളെ രാത്രി മൊത്തം ഈ പല ഭാഗങ്ങളിലും മഴയായിരുന്നെങ്കിൽ കൂടി ഈ വഴിനീളെ ജനങ്ങൾ VSനെ കാണാനായി നിൽക്കുന്നുണ്ടായിരുന്നു. അവസാനമായി ഒന്ന് കണ്ടു മടങ്ങാനായി നിൽക്കുന്നുണ്ടായിരുന്നു. ഉച്ച മുതൽ ഈ വഴിനീളെ നിൽക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു VSനെ കണ്ടു മടങ്ങാനായി എത്തിയവർ. ഇപ്പോൾ ഈ ആലപ്പുഴയിലെ ഈ വീട്ടിലും നിരവധി ആളുകൾ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. രാവിലെയോടുകൂടി പുലർച്ചെ തന്നെ എത്തിച്ചേർന്നവരുണ്ട്. നേരത്തെ അറിയിച്ചൊരു സമയക്രമം അനുസരിച്ച് നേരത്തെ ഇവിടെ എത്തിച്ചേർന്നവരുണ്ട്. ഈ അവസാന നിമിഷങ്ങളിൽ പോലും നിരവധി ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും കണ്ടിട്ടേ മടങ്ങൂ എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് അവരും
നീങ്ങുന്നത് അതുതന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ഉള്ളിൽ ആ നിറഞ്ഞു നിൽക്കുന്ന VS എന്ന ആ ഒരു രണ്ടക്ഷരം, ആ ഒരു വികാരം, ആ ഒരു വിപ്ലവത്തിൻ്റെ വികാരത്തിൻ്റെ ആ ഒരു പ്രതിഫലനമാണ് ജനങ്ങളിലൂടെ കാണുന്നത് എന്നുള്ളതും കൂടിയുണ്ട്. കാരണം എന്നും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് വലിയൊരു വിജയം തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ കാഴ്ചകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. VS എത്രത്തോളം ജനകീയനായിരുന്നു എന്നുള്ളതും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. നിരവധി പേർ ഇതോടൊപ്പം ഈ വിലാപയാത്ര എപ്പോൾ എത്തുമെന്ന് അക്ഷമരായി കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ആ അക്ഷമ അവരെ ഇതിൽ നിന്നും അല്ലെങ്കിൽ പിന്തിരിയാനുള്ള ഒരു തീരുമാനത്തിലേക്കൊന്നും അവരെ എത്തിക്കുന്നില്ല എന്നുള്ളതും കൂടിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. ചേട്ടാ പറയൂ. അല്ലല്ല, ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരെയാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ 12 മണിക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ പുലർച്ചെ 3-4 മണിയാകുമ്പോഴത്തേക്ക് എത്തി. ഇന്നലെ രാത്രി 9 മണിക്കൊക്കെ എത്തുമെന്നായിരുന്നു. പക്ഷേ കുറച്ച് എന്തായാലും കണ്ടിട്ടേ മടങ്ങുള്ളൂ. CPM പ്രവർത്തകയാണ്. അതെ CPM പ്രവർത്തകയാണ്. പക്ഷേ CPM പ്രവർത്തക എന്നുള്ളതിലുപരി എല്ലാ പ്രവർത്തകരും അല്ലെങ്കിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു VS. അതെ എനിക്ക് എല്ലാവർക്കും വേണ്ട. അതുകൊണ്ടാണല്ലോ അത്രയും ദൂരം നമ്മൾ വന്നത് തന്നെ. ഇപ്പം സംസ്കാര ചടങ്ങുകളും കഴിഞ്ഞിട്ടേ പോകും. അപ്പം ഇനി ഇത് കഴിഞ്ഞ് വലിയ ചുടുകാട്ടിലേക്ക് എത്തി കണ്ടതിന് ശേഷം പോകും. അതാണ് എല്ലാവരും ഒരു നോക്ക് കണ്ട് മടങ്ങുക എന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ്. അത്രയും ചെറിയ ആഗ്രഹങ്ങൾ മാത്രമാണ്. എന്നും ഈ ചെറിയ ആഗ്രഹങ്ങൾ നമുക്കറിയാം. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും എന്ത് ചെറിയ ആഗ്രഹങ്ങൾ പറഞ്ഞാലും അത് സാധിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് കുട്ടികളാണെങ്കിൽ കൂടി അത്തരത്തിൽ സാധിച്ചു കൊടുക്കുക. നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്ന പല നിമിഷങ്ങളുമുണ്ട് VSൻ്റേത്. പണ്ട് വിശാഖപട്ടണത്തെ പാർട്ടി സമ്മേളന കാലത്താണ് അന്ന് ഒരു 5 വയസ്സുകാരി വന്ന് ഇതോടൊപ്പം ഒരു പാട്ടുപാടി അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചത്. പിന്നെ ആ കുട്ടി ഇപ്പോൾ വളർന്നു. ആ കുട്ടി ഇപ്പോൾ ഓർമ്മകൾ പങ്കുവെച്ചതടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് അവർക്കൊക്കെ എപ്പോഴും ഒരു വേദനയുടെ സമയം കൂടിയാണ്. കാരണം VS എന്നുള്ള ആ ഒരു മനുഷ്യൻ ഇനിയില്ല. ഇനി കേരളത്തിന് സ്വന്തമായി അല്ലെങ്കിൽ പുന്നപ്ര സമര നായകനായിട്ടുള്ള ആ VS ഇപ്പോൾ ഇനി അങ്ങോട്ടില്ല എന്നുള്ളതും കൂടിയുണ്ട്. CPIM എന്ന ആ പാർട്ടിയുടെ സ്ഥാപക നേതാവിൽ അവസാനത്തെ ആളായിരുന്നു ഇപ്പോൾ നമ്മളെ വിട്ടുമറഞ്ഞ ആ ഒരു VS അച്യുതാനന്ദൻ എന്ന ആ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. എന്തായാലും വിലാപയാത്ര ഇവിടെ എത്തിച്ചേരുന്നതിനായുള്ള ഒരു കാത്തിരിപ്പിലാണ് ജനങ്ങളടക്കം ഉള്ളത്. നമുക്കറിയാം ഇവിടെയായിരുന്നു VSൻ്റെ ജന്മനാട്. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനെ VS എന്ന രാഷ്ട്രീയ നേതാവാക്കിയതും ജനനായകനാക്കിയതും ഒക്കെ ആലപ്പുഴയാണ്. ആലപ്പുഴയിലെ സമര പോരാട്ടങ്ങളാണ്. ആ പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിച്ച പോരാളി എന്ന് പറയുന്നത് എത്രത്തോളം പ്രിയങ്കരനായിരിക്കും, എത്രത്തോളം ജനകീയനായിരിക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാം. തീർച്ചയായും പോരാളികളുടെ പോരാളി തന്നെയാണ്. എന്നും പോരാട്ടത്തിന് മുന്നിട്ടിറങ്ങാൻ ജനങ്ങളെ ആഹ്വാനം അല്ലെങ്കിൽ ജനങ്ങളോട് പറഞ്ഞിരുന്നു. ആ പോരാട്ടങ്ങൾക്ക് മുന്നിൽ താനും ഉണ്ടാകുമെന്നുള്ളൊരു ഒരു തീരുമാനം എപ്പോഴും അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. വനിതകൾക്കായും അല്ലെങ്കിൽ എല്ലാത്തരം അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്കായും അദ്ദേഹത്തിൻ്റെ പോരാട്ടം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം അതിനുവേണ്ടിയായിരുന്നു ഒരു ഘട്ടത്തിൽ മാറ്റിവെച്ചിരുന്നത്. പാർട്ടിക്കുള്ളിൽ ഇരുന്നപ്പോൾ പോലും അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്തും ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. VS അച്യുതാനന്ദനെ അനുസ്മരിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം കണത്തു നിന്നും തങ്കപ്പൻ ചേരുന്നു. നമസ്കാരം ശ്രീ തങ്കപ്പൻ. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു ജനനായകനായ VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? സ്നേഹിക്കുന്ന ഞാനാരാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുന്നു. എൻ്റെ അതുപോലെ ഞാൻ സ്നേഹിച്ച ഒരാളാണ്. ഈ ഇതുപോലെ ഒരാളെ എനിക്ക് കിട്ടുകയില്ല. ഇത് ഞാൻ നന്ദി അറിയിക്കുന്നു. വിളിച്ച് കിട്ടിയാണ്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ.
കാനം ജയന്തന്റെ വീടിന്റെ അടുത്തുള്ള ആളായിരുന്നു. കാനം ജയന്തന്റെ വീട്. താങ്കൾ VS അച്യുതാനന്ദനെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അദ്ദേഹത്തിന്റെ കുറിച്ചുള്ള എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവയ്ക്കാമോ? അച്യുതാനന്ദൻ രാഷ്ട്രീയത്തിൽ വന്ന് പിന്നെയാണ് എനിക്ക് എൻ്റെ പെൻഷൻ വരെ കിട്ടാറായത്. ഇതുവരെ പെൻഷൻ പോലും ഇല്ല. 74 വയസ്സുണ്ട് ഇപ്പോൾ. ഹലോ, ശരി, തുടർന്നോളൂ. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഇത്രയും ജനങ്ങൾ അച്യുതാനന്ദനെ സ്നേഹിച്ചതായിട്ട് ഇപ്പോഴാണ് അറിയുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ തങ്കപ്പൻ. ഇപ്പോൾ പ്രസാദ് കാളിദാസ് നമ്മളോടൊപ്പമുണ്ട്. കാളിദാസ്, ഈ നിരവധി ആളുകൾ നമ്മളോടൊപ്പം ഓർമ്മകൾ പങ്കുവയ്ക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ VS അച്യുതാനന്ദന് ഉള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ, മനസ്മരിക്കാനായി നിരവധി ആളുകൾ കേരള വിഷനിലേക്ക് വിളിക്കുമ്പോഴെല്ലാം അവരെല്ലാം വളരെയധികം വികാരഭരിതമായി തന്നെയാണ് സംസാരിക്കുന്നത്. കണ്ണീരോട് തന്നെ അദ്ദേഹത്തിനെ ഓർമ്മിക്കുന്ന ആളുകളുണ്ട്. നിരവധി ആളുകൾക്ക് ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിച്ച തങ്കപ്പൻ എന്ന ആൾ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം വളരെയധികം വേഗത്തിൽ നടപടിയായത് എല്ലാം അദ്ദേഹത്തിൻ്റെ VS അച്യുതാനന്ദൻ്റെ സഹായത്തോടെയാണ് എന്ന് പറയുന്ന നിരവധി ആളുകൾ നമ്മളോടൊപ്പം ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അദ്ദേഹം എത്രമാത്രം ജനപ്രിയനായിരുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും എത്രമാത്രം പ്രിയങ്കരനായിരുന്നു, ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു നേതാവായിരുന്നു എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. കാളിദാസ്, തുടരാം. അതുതന്നെയാണ് ദീപ്തി, ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന നേതാവ് എന്നുള്ളതാണ് VSനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിജയം എന്നുള്ളതാണ് CPM പാർട്ടി പ്രവർത്തകരടക്കം സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ആ ഒരു 5 വർഷ കാലയളവായിരുന്നു ജനങ്ങൾക്ക് മനോഹര കാലഘട്ടം സമ്മാനിച്ചത് എന്നുള്ളതും കൂടിയാണ്. കഴിഞ്ഞ ദിവസം അടക്കം ഈ ഒരു സംസാരത്തിനിടയ്ക്കും അല്ലെങ്കിൽ ഈ ഒരു വീട്ടിലെ പ്രവർത്തകരിലും ഒക്കെ ആ ഒരു ഓർമ്മകളൊക്കെ തന്നെയാണ് അവരും നമ്മളോടൊപ്പം നമ്മളോട് പങ്കുവെച്ചത്. ഇപ്പോൾ ജനങ്ങളും നമ്മളോട് പങ്കുവെക്കുന്നത് അത്തരത്തിലുള്ള ഓർമ്മകളാണ്. അവർ കുട്ടികളായിരുന്ന കാലത്ത് കണ്ടിരുന്ന, നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു VS, ആ ഇറുകിയ ജുബ്ബയും ഇട്ടുകൊണ്ട് അത്തരത്തിൽ വാഗ്ധോരണികൾ മുഴക്കി നീട്ടിയും കുറുക്കിയുമുള്ള പ്രത്യേക ശൈലിയിലുള്ള ആ വാഗ്ധോരണി ഇഷ്ടപ്പെട്ടിരുന്നവരാണ് കേരളത്തിലെ ഒരു കാലത്തെ ജനങ്ങൾ എന്നും കൂടി നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സമയത്ത് മിമിക്രി രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ അത് VS അച്യുതാനന്ദനായിരുന്നു. കുട്ടികളടക്കം അനുകരിച്ചിരുന്നൊരു നേതാവ് കൂടിയായിരുന്നു ഒരു കാലത്ത് VS അച്യുതാനന്ദൻ. ആ കാലഘട്ടമെല്ലാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതെല്ലാം നർമ്മബോധത്തോടെ ഏറ്റെടുക്കുകയായിരുന്നു ആ കാലത്തെല്ലാം VS അച്യുതാനന്ദൻ എന്നുള്ള നേതാവ്. എന്നാൽ തങ്ങളെ ആ സമയങ്ങളിൽ പോലും തൻ്റെ നിലപാടിനൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ആ നിലപാടിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. പാർട്ടി നിലപാട് സ്വീകരിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ പാർട്ടി തനിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച ഘട്ടങ്ങളിൽ പോലും നിശബ്ദനായി ഇരിക്കുകയായിരുന്നു. എന്നാൽ ആ നിശബ്ദതയ്ക്ക് പിന്നിൽ വലിയൊരു ഗർജനമുണ്ടായിരുന്നു. ആ ഗർജനത്തിൻ്റെ അലയൊലികളൊക്കെ നമ്മൾ കണ്ടതാണ്. 2006 ആ ഓർമ്മകൾ നമ്മൾ വീണ്ടും പുതുക്കുകയാണെങ്കിൽ 2006 അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് കേരളത്തിലുണ്ടായ അലയടികൾ നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CPIM പ്രവർത്തകർ VS അച്യുതാനന്ദനെതിരെ VSന് വേണ്ടി പാർട്ടി തീരുമാനത്തിനെതിരെ ഒന്നിച്ച് അണിചേർന്ന് മുദ്രാവാക്യം വിളിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. പിന്നീട് പാർട്ടിക്ക് ആ തീരുമാനം മാറ്റേണ്ടി വന്നു. കാരണം എതിർചേരിയിലുണ്ടായിരുന്നത് VS എന്ന ആ ഒരു വൻമരമായിരുന്നു. VSന്റെ ആ ഒരു നിശബ്ദത വല്ലാതെ പേടിപ്പിച്ചിരുന്നു. ഓരോ കാലഘട്ടത്തിലും പാർട്ടിയെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് തന്നെയായിരുന്നു VS അച്യുതാനന്ദനെ കണ്ടിരുന്നത്. കാരണം പാർട്ടി എത്രത്തോളം കടുത്ത നിലപാടെടുത്താലും അല്ലെങ്കിൽ പാർട്ടി ജനങ്ങൾ